ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ പ്രതിപക്ഷത്തിനും ഇരട്ടത്താപ്പ്. സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ച ഗവർണറെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവും ഉപനേതാവും. ഗവർണർ നടത്തിയത് സഭയോടുള്ള അവഹേളനമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്നാൽ ഗവർണർ പ്രതിപക്ഷത്തെ വണങ്ങിയില്ലെന്ന് കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർക്കാരിനെതിരെയുള്ള ഗവർണറുടെ നയം തന്നെയായിരുന്നു നയപ്രഖ്യാപന വേദിയിൽ കണ്ടത്. എന്നാൽ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച ഗവർണറെ വിമർശിക്കാനാണ് പ്രതിപക്ഷം തയ്യാറായത്. നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഗവർണർ നിയമസഭയിൽ വന്ന് അവസാന ഖണ്ഡിക മാത്രം വായിച്ച് മടങ്ങിപ്പോയത് നിയമസഭയോടുള്ള പൂർണ്ണമായ അവഹേളനമായി ഞങ്ങൾ കാണുകയാണ്. നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണ്ണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത്. അതിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. ഗവർണർ തങ്ങളെ വണങ്ങി പോലുമില്ലെന്ന പ്രതിപക്ഷ ഉപനേതാവിന്റെ പരാതിയും. ഇന്നിപ്പോൾ എന്താ ഉണ്ടായത്? നമ്മളൊക്കെ ഇങ്ങനെ വളരെ സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ടെല്ലാം കഴിഞ്ഞല്ലോ. ഗവർണർ വരുന്നത് കണ്ടു, വാണം വിട്ട പോലെ പോകുന്നതും കണ്ടു. പോകുമ്പോൾ ഒന്ന് ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കി ഒന്ന് വണങ്ങണ ഒരു പരിപാടി ഉണ്ട്. ഞങ്ങളൊക്കെ അങ്ങോട്ട് വണങ്ങാൻ തയ്യാറായി ഇരിക്കുകയായിരുന്നു. ഇവിടെ തിരിഞ്ഞു പോലും നോക്കിയില്ല, ഒറ്റ പോക്ക. അതേസമയം സർക്കാരിനെതിരെ സമരമാണെന്ന് പറയുമ്പോഴും ഗവർണറോട് നിലപാടിനൊപ്പം നിൽക്കാൻ തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പും വ്യക്തമാകുകയാണ്. ജനം, തിരുവനന്തപുരം.